ഗുരുതരമായ ശ്വാസ തടസ്സത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ മൃത്യുവിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ 14-ാം തീയതിയാണ് അദ്ദേഹത്തെ റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് കാര്യമായ തോതിൽ ശ്വാസതടസ്സം ഉണ്ടായിട്ടില്ല. പക്ഷേ വൃക്കകൾ തകരാറിലായി തുടങ്ങി. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭ വിശ്വാസികൾ അവരുടെ ആത്മീയ ഇടയനു വേണ്ടി, ആത്മീയ പിതാവിനു വേണ്ടി, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി സദാ പ്രാർത്ഥനാ നിരതരാണ്. ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ പ്രവർത്തിക്കുമെന്നും കൂടുതൽ ആരോഗ്യത്തോടുകൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ തിരികെ വന്ന് സഭാനൗകയെ ഇനിയും നയിക്കുമെന്നും അവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കത്തിച്ച മെഴുകുതിരികളുമായി ഈശ്വര സന്നിധിയിൽ അവർ മുട്ടുമടക്കിയിരിക്കുകയാണ്. അതേസമയം വിപരീതമായി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സാഹചര്യത്തെ നേരിടുന്നതിന് വത്തിക്കാൻ പൂർണ്ണ തോതിൽ സജ്ജമായി കഴിഞ്ഞു. അധികാരത്തിലിരിക്കുന്ന ഒരു മാർപ്പാപ്പ പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ അടുത്ത പിൻഗാമി തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ എത്തുന്നതുവരെ കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്നത് സംബന്ധിച്ച് വളരെ വ്യക്തമായ വ്യവസ്ഥകൾ കഴിഞ്ഞ 700 വർഷങ്ങളായി വത്തിക്കാനിൽ നിലവിലുണ്ട്. അപ്പോ പോപ്പ് ഫ്രാൻസിസ് ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങിയാൽ അടുത്ത എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കത്തോലിക്ക സഭയെ ആരുടെ കരങ്ങളിലായിരിക്കും നൽകാൻ പോവുക? ദിവ്യകാരുണ്യനാഥനുമായി ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് പാപ്പ. കൂടാതെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നേരിൽ കാണുവാനും ഫ്രാൻസിസ് പാപ്പയ്ക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാപ്പയുടെ രോഗാവസ്ഥയിലും ദിവ്യകാരുണ്യനാഥൻ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ജനം വിശ്വസിക്കുന്നു. ബ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പായി സേവനം അനുഷ്ഠിക്കുമ്പോഴായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എന്ന ജോർജ് മരിയ ബെർഗോളിയോയ്ക്ക് ഈ അത്ഭുതം നേരിട്ട് കാണുവാനുള്ള ഒരു അവസരമുണ്ടായത്. അതായത് 1996 ഓഗസ്റ്റ് 18 അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലെ സാന്താ മരിയ വൈക്കപാലിറ്റോ അൽമാഗ്രോ ദേവാലയത്തിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. വൈകുന്നേരം ഇടവക വികാരിയായ ഫാദർ പെസറ്റയോട് ഇടവക അംഗമായ യുവതി പള്ളിയുടെ പുറകിലുള്ള രൂപത്തിനടുത്തുള്ള മെഴുകുതിരി സ്റ്റാൻഡിന്റെ അടുത്തായി തിരുവോസ്തി കിടക്കുന്നതായി അറിയിച്ചു. തുടർന്ന് സംഭവ സ്ഥലത്തെത്തിയ വൈദികൻ തിരുവോസ്തി കൈകളിലെടുക്കുകയും ഭക്ഷ്യയോഗ്യമല്ലാത്തതിനാൽ അലിയിച്ചു കളയുവാൻ തീരുമാനിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുകയും ചെയ്തു. പിന്നീട് ഓഗസ്റ്റ് 26 തിരുവോസ്തി അലിയിപ്പിക്കുവാൻ ഉപയോഗിച്ച ടേബർനാക്കിൾ തുറക്കുന്നത്. ടേബർനാക്കിൾ തുറന്നപ്പോൾ തിരുവോസ്തി മാംസരൂപമായി മാറിയതാണ് ഫാദർ പെസറ്റ് കണ്ടത്. തുടർന്ന് ബ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പായിരുന്ന ജോർജ് മരിയോ ബെർഗോളിയോയെ വിവരമറിയിക്കുകയും ചെയ്തു. മാംസമായി മാറിയ തിരുവോസ്തിയുടെ ചിത്രമെടുക്കുവാൻ ആർച്ച് ബിഷപ്പ് ജോർജ് മരിയോ ബെർഗോളിയോ ആവശ്യപ്പെട്ടു. 1996 സെപ്റ്റംബർ 6 ഈ ചിത്രമെടുത്തത്. തുടർന്ന് ആ ടവർനാക്കിൽ തന്നെ തിരുവോസ്തി സൂക്ഷിക്കുവാനും തീരുമാനിച്ചു. എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ടും മാംസരൂപമായി മാറിയ തിരുവോസ്തി നശിച്ചില്ല. ഈ തിരുവോസ്തി നശിക്കാതിരിക്കുവാൻ യാതൊരുവിധ രാസവസ്തുക്കളും ഉപയോഗിച്ചിട്ടുമില്ല. മാംസരൂപമായി മാറിയ തിരുവോസ്തി പഠന വിധേയമാക്കാൻ അന്ന് ആർച്ച് ബിഷപ്പായിരുന്ന ഫ്രാൻസിസ് പാപ്പ ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് 1999 ഒക്ടോബർ 5 ആർച്ച് ബിഷപ്പിന്റെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ റിക്കാർഡോ കാസ്റ്റനർ ഗോമസ് ന്യൂയോർക്കിലേക്ക് ഈ തിരുവോസ്തി കൊണ്ടുപോയി. പഠനത്തിനായി 5 അംഗ ശാസ്ത്ര സമിതി രൂപീകരിക്കുകയും പ്രശസ്ത കാർഡിയോളജിസ്റ്റും ഫോറൻസിക് പാത്തോളജിസ്റ്റുമായ ഡോക്ടർ ഫെഡറിക് സുഹിബയുടെ നേതൃത്വത്തിൽ പഠനം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ സത്യസന്ധമായ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് അവർ വെളിപ്പെടുത്തിയില്ല. എന്നാൽ പിന്നീട് ഈ 5 അംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഹൃദയത്തിന്റെ ഇടത് വെൻട്രിക്കിളിന്റെ ഭാഗത്തുള്ള കോശമാണിതെന്നും ഇപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുന്ന ജീവനുള്ള ഹൃദയത്തിൽ നിന്നും അടർത്തിയെടുത്ത ഭാഗമാണിതെന്നും ആ ശാസ്ത്രജ്ഞന്മാർ വെളിപ്പെടുത്തി. ഇത് ലോകത്തെ ആകെ ഞെട്ടിപ്പിച്ചൊരു കാര്യമായിരുന്നു. പാപ്പയ്ക്ക് ദിവ്യകാരുണ്യനാഥനുമായി അഭേദ്യമായ ബന്ധമാണുള്ളതെന്ന് വ്യൂസ് അയേഴ്സിൽ നടന്ന അത്ഭുതം ഇന്നും അനേകരെയാണ് വിശ്വാസ വഴിയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അത്രയും വിശ്വാസമുള്ള പാപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്താ നടക്കാൻ പോവുക? ഇത് സംബന്ധിക്കുന്ന വളരെ വ്യക്തമായ വ്യവസ്ഥകൾ കഴിഞ്ഞ 700 വർഷങ്ങളായി വത്തിക്കാൻ നിലവിലുണ്ട്. യൂണിവേഴ്സിറ്റി ഡൊമിനിസി ഗ്രിഗേഡ് എന്നാണ് ഈ വ്യവസ്ഥകളെ വിളിക്കുന്നത്. ഒരു മാർപ്പാപ്പ അന്തരിച്ച് പുതിയ ആൾ വരുന്നതുവരെ കർദിനാൾ തിരുസംഘത്തിന്റെ പ്രതിനിധിയായ കമർലങ്കോ ഇതൊരു സ്ഥാനപ്പേരാണ്. അതുപോലെ തന്നെ കർദിനാളന്മാരുടെ ഡീൻ വത്തിക്കാൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറിയായ കർദിനാൾ എന്നീ 3 പേർക്ക് വളരെ നിശ്ചിതമായ അധികാരങ്ങളുണ്ട്. ഇവർ 3 പേരാണ് വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്വങ്ങൾ ഈ കാലയളവിൽ നിർവഹിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ കമർലങ്കോ എന്ന സ്ഥാനപ്പേരുള്ള കർദിനാൾ
വത്തിക്കാന്റെ സ്വത്തും സാമ്പത്തിക കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കർദിനാളാണ്. വലിയ അധികാരങ്ങൾ കൈയാളുന്ന ഒരു വ്യക്തിയാണിത്. അദ്ദേഹമാണ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കേണ്ടത്. പണ്ടുകാലത്ത് ഇതിന് വിചിത്രമായ ചില ആചാരങ്ങൾ ഉണ്ടായിരുന്നു. മാർപ്പാപ്പ അന്തരിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ ഈ കമർലോങ്കോ എന്ന് പറയപ്പെടുന്ന കർദിനാൾ ഒരു ചെറിയ വെള്ളി ചുറ്റിക കൊണ്ട് മാർപ്പാപ്പയുടെ നെറ്റിയിൽ 3 വട്ടം തട്ടും. അതിനുശേഷം അദ്ദേഹം മാർപ്പാപ്പയുടെ മാമോദീസ പേര് 3 പ്രാവശ്യം ഉറക്കെ വിളിക്കും. അതിന് മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വിളി കേൾക്കുന്നില്ലെങ്കിൽ മാർപ്പാപ്പ അന്തരിച്ചു എന്ന ഒരു നിഗമനത്തിൽ എത്തുകയും അത് ഈ കമർലങ്കോ കർദിനാൾ തിരുസംഘത്തെയും അതുപോലെ റോമിനെയും ഔപചാരികമായി അറിയിക്കുകയും ചെയ്യും. ഇതായിരുന്നു പണ്ട് നിലവിലുണ്ടായിരുന്ന ഒരു രീതി. എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കേണ്ടത് ഡോക്ടർമാർ തന്നെയാണ്. അതിനുശേഷം ഈ കമർലങ്കോ ആണ് കർദിനാൾമാരെയും അതുപോലെ റോമിനെയും ഔപചാരികമായി അറിയിക്കുന്നത്. ഐറിഷുകാരനായ കർദിനാൾ കെവിൻ ഫാരലാണ് ഇപ്പോൾ ഈ കമർലങ്കോ എന്ന് പറയപ്പെടുന്ന പദവിയിലുള്ളത്. മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിച്ചാൽ ഉടനെ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം അദ്ദേഹം താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വസതി പൂട്ടി സീൽ വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓഫീസും പൂട്ടും. പണ്ടൊക്കെ ഇത് ചെയ്തിരുന്നത് ഈ ബഹളത്തിനിടയിൽ അവിടെ മോഷണമൊന്നും നടക്കാതിരിക്കാനായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ചെയ്യുന്നത് ഒരു മാർപ്പാപ്പയുടെ അധികാരകാലം അവസാനിച്ചു എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ്. അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ കയ്യിലുള്ള മുദ്രമോതിരം അപ്പൊ തന്നെ അത് നശിപ്പിക്കും. കാരണം ഈ മോതിരം ഉപയോഗിച്ചാണ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിലും രേഖകളിലും മാർപ്പാപ്പ തന്റെ മുദ്ര ചാർത്തിയിരുന്നത്. അദ്ദേഹം അന്തരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരം ഇല്ലാതാകുന്നതോടുകൂടി ആ മുദ്രമോതിരത്തിന്റെ സാങ്കത്വവും പ്രസക്തിയും ഇല്ലാതാകുന്നു. അതുകൊണ്ടാണ് അത് നശിപ്പിക്കുന്നത്. ഇതൊക്കെ ഇപ്പോഴും നിലവിൽ നിൽക്കുന്ന ആചാരങ്ങളാണ്, അല്ലെങ്കിൽ ഒരു നടപടിക്രമങ്ങളാണ്. ഒരു മാർപ്പാപ്പ അന്തരിച്ചാൽ 9 ദിവസത്തെ ദുഃഖാചരണമാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതിന് നോവൻ ഡയൻ എന്നാണ് പറയുക. ഒരു മാർപ്പാപ്പ മരിച്ച് പുതിയ ആളെ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരം ഏൽക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെ സെദേവേക്കൻ എന്നാണ് പറയുന്നത്. വത്തിക്കാനിലെ അധികാര സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു മാർപ്പാപ്പ മരിച്ചാൽ 4-6 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കണമെന്നാണ് വ്യവസ്ഥകളിൽ പറഞ്ഞിരിക്കുന്നത്. അതുവരെയും ഈ സ്ഥാന വസ്ത്രങ്ങൾ, ചിഹ്നങ്ങൾ ഇതൊക്കെ അണിയിച്ച് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിനായി വയ്ക്കും. ആളുകൾക്കൊക്കെ വന്ന് അദ്ദേഹത്തെ അവസാനമായി കാണുകയും അന്തിമോപചാരങ്ങൾ അർപ്പിക്കുകയും ചെയ്യാം. സാധാരണഗതിയിൽ ലോക നേതാക്കൾ മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്താറുണ്ട്. ഈ ശവസംസ്കാരത്തിന് മുൻപ് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യുന്നതും എംബാം ചെയ്യുന്നതും പതിവാണ്. ചിലപ്പോൾ ചില ശരീരഭാഗങ്ങൾ തിരുശേഷിപ്പായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. റോമിലെ ട്രെമി ഫൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ദേവാലയത്തിൽ 20ഓളം മാർപ്പാപ്പമാരുടെ ഹൃദയഭാഗങ്ങൾ തിരുശേഷിപ്പായി സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ മാർപ്പാപ്പമാരുടെ ശരീരഭാഗങ്ങൾ അങ്ങനെ സൂക്ഷിക്കുന്ന ഏർപ്പാടില്ല. സാധാരണഗതിയിൽ മാർപ്പാപ്പമാരെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടിയിൽ സംസ്കരിക്കുന്ന രീതിയാണ് തുടർന്നു പോരുന്നത്. അവിടെ 100ഓളം മാർപ്പാപ്പമാരെ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. എന്നാൽ തന്റെ ഭൗതിക ശരീരം റോമിലെ സാന്താ മരിയ മഗിയോറ ബസിലിക്കയിൽ സംസ്കരിക്കണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു ഈ ബസിലിക്ക. അദ്ദേഹം പതിവായി അവിടെ പ്രാർത്ഥനയ്ക്കായി പോകുമായിരുന്നു. അദ്ദേഹം ഈ ഒരു കാര്യം വളരെ തറപ്പിച്ചു തന്നെ പറഞ്ഞു. ഇനി അതനുസരിച്ചായിരിക്കുമോ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വത്തിക്കാന് പുറത്ത് മൃതദേഹം സംസ്കരിക്കപ്പെടുന്ന ആദ്യത്തെ മാർപ്പാപ്പയായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ. സാധാരണഗതിയിൽ സൈപ്രസ് ഓക്ക് മരങ്ങൾ കൊണ്ടും നാഗം കൊണ്ടും നിർമ്മിച്ച 3 ശവപേടകങ്ങളിലായിട്ടാണ് മാർപ്പാപ്പമാരുടെ മൃതശരീരം അടക്കം ചെയ്യുക. എന്നാൽ ഇക്കാര്യത്തിലും തന്റേതായ നിർദ്ദേശങ്ങൾ പോപ്പ് ഫ്രാൻസിസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു സിങ്ക് കൊണ്ടുള്ള ലൈറ്റ് കൂടിയ ഒരു തടിപ്പെട്ടി മതി തന്റെ ശവസംസ്കാരത്തിന് എന്നാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തൊട്ടു മുൻപ് അനാരോഗ്യം മൂലം റിട്ടയർ ചെയ്ത ബെനഡിക്ട് 16 മാർപ്പാപ്പയെ അടക്കം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് വത്തിക്കാൻ പുറത്തിറക്കിയ നാണയങ്ങളുടെ മാതൃകകൾ ആ ശവപേടകത്തിൽ വച്ചിരുന്നു. അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ ഭരണകാലവും വിവരിക്കുന്ന ഒരു കടലാസ് ചുരുള്, 1000 വാക്കുകൾ അടങ്ങുന്ന ഒരു കടലാസ് ഒരു ലോഹ ചുരുളിലാക്കി ഈ ശവപേടകത്തിൽ വച്ചിരുന്നു. റോഗീറ്റോ എന്നാണ് ഈ കടലാസ് ചുരുളുകളെ പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യത്തിലും ഇതുണ്ടാകുമെന്നാണ് പറയുന്നത്. പിൽക്കാല തലമുറകൾക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയെ അറിയാൻ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ ഭരണരീതികൾ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇവ സംബന്ധിച്ച് 1000 വാക്കുകൾ അടങ്ങുന്ന ഒരു കുറിപ്പായിരിക്കും ഈ റോബിറ്റോയിൽ ഉണ്ടാവുക. ഒരു മാർപ്പാപ്പ മരിക്കുന്നതുവരെ അദ്ദേഹം സഭയുടെ അധികാരത്തിൽ തുടരുന്നു എന്നാണ് വായ്പ്. എന്നാൽ രോഗബാധിതനായി ദീർഘകാലം കിടപ്പിലായാൽ അദ്ദേഹത്തിന്
ഈ ചുമതലകൾ നിർവഹിക്കാൻ പറ്റാത്ത തരത്തിൽ കിടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അബോധാവസ്ഥയിലാവുകയോ മറ്റോ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു വ്യവസ്ഥകളും നിലവിലില്ല എന്നത് ഒരു രസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ ഒരു രാജിക്കത്തെഴുതി അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കർദിനാൾ ടാർസീസിയോ ബർട്ടോസിയെ ഏൽപ്പിച്ചിരുന്നു. വൈദ്യശാസ്ത്രപരമായി തനിക്ക് തന്റെ ചുമതലകൾ നിർവഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത് തന്റെ രാജിക്കത്തായി സ്വീകരിക്കണമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ബർട്ടോസി റിട്ടയർ ചെയ്തപ്പോൾ പുതുതായി വന്ന സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയോത്രോ പരലോനെ ഈ കത്ത് ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യത്തിൽ അദ്ദേഹം ദീർഘകാലം ഇങ്ങനെ ഒരു കിടപ്പിലായി മാറുകയാണെങ്കിൽ ഈ രാജിക്കത്ത് പ്രസക്തമാകുമോ എന്ന കാര്യത്തിൽ ഒരു തീർച്ചയുമില്ല. കാനോനിക നിയമപ്രകാരം ഇത്തരത്തിലുള്ള ഒരു രാജിക്കത്ത് സാധുവാണോ എന്ന കാര്യത്തിലും യാതൊരു ഉറപ്പുമില്ല. മാർപ്പാപ്പയുടെ ശവസംസ്കാരം കഴിഞ്ഞ് ഒരു 20-21 ദിവസത്തിനകം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവ് ചേരുകയാണ് പതിവ്. മാർപ്പാപ്പയുടെ ശവസംസ്കാരത്തിന്റെയും അതുപോലെ തന്നെ കോൺക്ലേവിന്റെയും ചുമതല വഹിക്കുന്നത് കർദിനാൾമാരുടെ ഡീനാണ്. അദ്ദേഹത്തിന് മറ്റ് അധികാരങ്ങളൊന്നുമില്ല. പക്ഷെ ഈ 2 ചുമതലകൾ അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. ഇറ്റാലിയൻ കർദിനാളായ യോവാനി ബാറ്റിസ്റ്റ റേയാണ് ഇപ്പോൾ കർദിനാൾ സംഘത്തിന്റെ ഡീനായി പ്രവർത്തിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനാവുകയാണെങ്കിൽ സ്വത്തും സാമ്പത്തിക കാര്യങ്ങളും സംബന്ധിക്കുന്ന ചുമതല കമർലങ്കോ കർദിനാൾ ആയിരിക്കും നിർവഹിക്കുക. അതുപോലെ ശവസംസ്കാരവും കോൺക്ലേവും സംബന്ധിക്കുന്ന ചുമതലകൾ കർദിനാൾമാരുടെ ഡീനായ ജിയോവാനി ആയിരിക്കും. പിന്നെ സഭയുടെ നിത്യവുമുള്ള ഭരണ ചുമതലകൾ സ്റ്റേറ്റ് സെക്രട്ടറി പിയത്രോ പരലോന്റെ നേതൃത്വത്തിലും നടക്കും. ഇവരൊക്കെ ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ സദേ വേക്കന്റ് എന്ന കാലഘട്ടത്തിൽ വത്തിക്കാന്റെ അധികാര സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്ന കാലത്ത് വത്തിക്കാനെ അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പക്ഷേ ദൈവ സന്നിധിയിലേക്ക് തന്നെ തിരികെ പോവുകയാണെങ്കിൽ അടുത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇവയൊക്കെയായിരിക്കും. എങ്കിലും അദ്ദേഹം വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരികെ വന്ന് സഭാനൗകയെ വീണ്ടും വഴി നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.